പറഞ്ഞുതരാം. നോക്കി നമുക്ക് ആദ്യം ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി എന്താ പറയുക? 16-year-old ആണ് വിത്ത് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് എന്ന് പറയുക? നമ്മളതിനെ കിസ്സിംഗ് ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്താണ് കിസ്സിംഗ് ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട്. TPN ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ കുറെ നാളുകളായിട്ട് പുള്ളിക്കാരി റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഫോർ സെവറൽ വീക്സ്. ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ അവിടെ എന്താ സംഭവിച്ച? TPN പേഷ്യന്റ് പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു അല്ലെ. MRSA അല്ലെ, മെത്തസിൻ റെസിസ്റ്റന്റ് സ്റ്റാഫ് ഓറിയസ് പോലുള്ള ഡിസീസ് കണ്ടീഷൻസ്. പിന്നെ നോക്കിയ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ലൈക്ക് നമ്മുടെ RSV അല്ലെ, റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ്. പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ്, നോക്കിയ സ്കിൻ ഇൻഫെക്ഷൻസ് ലൈക്ക് സ്കാബീസ്, ഇംപെറ്റിഗോ. അവർക്ക് പ്രഷർ അൾസർ വരാനുള്ള റിസ്ക് ആണ് കൂടി വരിക അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ഓപ്ഷനെ നോക്കിയാൽ എന്താ? റെഡ് ആൻഡ് ഏരിയ അല്ലെ. റെഡ് ആൻഡ് ഏരിയ ഉണ്ട് സേക്രത്തില്. റെഡ് ആൻഡ് ഏരിയ വന്നു കഴിഞ്ഞാൽ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുക? ദാറ്റ് ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ഗ്രേഡ് 1 പ്രഷർ അൾസർ അല്ലെ. അത് എന്താ? ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ നമ്മുടെ GCC എക്സാംസിനൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയാൽ നമുക്കറിയാം ഈ പറയുന്ന GCC എക്സാംസിൽ അല്ലെ നമ്മുടെ നോളജ് ഒബ്വിയസ്ലി അവർ അസസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നോക്കിയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള സ്കില്ല് അല്ലെ. അതായത് ബേസിക്കലി അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോളജ് എനിവേ ഉണ്ടാകണം, പക്ഷേ അവിടെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ സിനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടുന്നത് എങ്ങനെ ആണ് എന്ന് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ഒക്കെ വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ് ആകാനായിട്ട് കഴിയും കേട്ടോ. നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുക? എനിക്ക് the nurse is supervising കെയർ ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഇൻ എ യൂണിറ്റ് കേട്ടോ. ഒരു യൂണിറ്റില് കുറെ പേഷ്യൻസിന്റെ കെയർ ചെയ്യുന്ന ഒരു നഴ്സ് സൂപ്പർവൈസ് ചെയ്യാണ്. The nurse observes a staff member entering a patient's room wearing gown and gloves കേട്ടോ. ഇവിടെ നോക്കിയാൽ ഒരു സ്റ്റാഫ് മെമ്പർ ഒരു പേഷ്യന്റ് റൂമിൽ ഗൗണും ഗ്ലൗസും വെയർ ചെയ്തിട്ട് എൻ്റർ ചെയ്യാണ്. The nurse knows that the staff member is caring for which of the following patients. നോക്കിയേ ഈ തന്നിരിക്കുന്ന പേഷ്യൻസിൽ ഏത് തരത്തിലുള്ള പേഷ്യൻസിന് ആണ് കെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ നഴ്സിന് മനസ്സിലാവുക. നോക്കിയേ ഓപ്ഷൻ എ 18-year-old വിത്ത് റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ്, നമ്മൾ RSV എന്ന് പറയാറുണ്ട് അല്ലെ. RSV റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ ഓപ്ഷൻ ബി 4-year-old വിത്ത് കാവസാക്കി ഡിസീസ്. ഓപ്ഷൻ സി 10-year-old വിത്ത് ലൈംസ് ഡിസീസ്. ആൻഡ് ഓപ്ഷൻ ഡി 16-year-old വിത്ത് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോക്കി ഇത് ശരിക്കും പറയാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ രീതിയിലൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് ആൻസർ ചെയ്യാൻ കഴിയും. പറഞ്ഞുതരാം. നോക്കി നമുക്ക് ആദ്യം ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി എന്താ പറയുക? 16-year-old ആണ് വിത്ത് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് എന്ന് പറയുക? നമ്മളതിനെ കിസ്സിംഗ് ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്താണ് കിസ്സിംഗ് ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഇത് എങ്ങനെയായിരിക്കാം പകരുക? അത് കിസ്സിംഗ് ഡിസീസ് എന്ന് പറയുമ്പോൾ അത് സലൈവ വഴിയായിരിക്കും പകരുക അല്ലെ. അപ്പൊ ഈ സലൈവ വഴി പകരുന്ന ഒരു രോഗത്തിന് ഈ പറയുന്ന ഈ ഗൗണും ഗ്ലൗസും എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് കോണ്ടാക്ട് പ്രിക്കോഷൻ അല്ലെ. അതെന്താ? കോണ്ടാക്ട് പ്രിക്കോഷനിൽ വരുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ഗ്ലൗസും ഗൗണും എന്ന് പറയുക. അപ്പൊ ഇവിടെ ഈ കിസ്സിംഗ് ഡിസീസിലെ എനിവേ നമുക്ക് കോണ്ടാക്ട് പ്രിക്കോഷൻസിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ എന്താണ്? അതല്ല കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി നോക്കിയാൽ 10-year-old വിത്ത് ലൈംസ് ഡിസീസ്. ലൈം ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് അഗൈൻ എ ടിക് ബോൺ ഡിസീസ് ആണല്ലേ. അതൊരു ടിക് ബോൺ ഡിസീസ് ആണ്. അപ്പൊ അവിടെയും ഈ ടിക് ബോൺ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും അവിടെ ഈ പറയുന്ന കോണ്ടാക്ട് പ്രിക്കോഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇതും അല്ല കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കി ഓപ്ഷൻ ബി 4-year-old വിത്ത് കാവസാക്കി ഡിസീസ് അല്ലെ. കാവസാക്കി ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വാസ്കുലൈറ്റിസ് ആണ് അല്ലെ. വാസ്കുലൈറ്റിസിൽ നമുക്ക് ഒരിക്കലും കോണ്ടാക്ട് പ്രിക്കോഷൻസിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേട്ടോ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ എ ആണ് അല്ലെ. 18-month-old വിത്ത് റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് ആണ് ഇവിടെ നമുക്ക് കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡിസീസ് കണ്ടീഷൻ ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പരിഗണിക്കാം അല്ലെ, അല്ലെങ്കിൽ ഫൈനൽ ആക്കാം. നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോണ്ടാക്ട് പ്രിക്കോഷൻസ് കേട്ടോ വരുന്ന കണ്ടീഷൻസ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി ഒരു ന്യൂമോണിക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മിസസ് വി കേട്ടോ. മിസസ് വി എന്നുള്ളതാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ് വഴി പകരുന്ന രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുക. സോ എം സ്റ്റാൻഡ്സ് ഫോർ നോക്കിയാൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസംസ് ലൈക്ക് നോക്കിയാൽ MRSA അല്ലെ, മെത്തസിൻ റെസിസ്റ്റന്റ് സ്റ്റാഫ് ഓറിയസ് പോലുള്ള ഡിസീസ് കണ്ടീഷൻസ്. പിന്നെ നോക്കിയാൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ലൈക്ക് നമ്മുടെ RSV അല്ലെ, റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ്. പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ്, നോക്കിയാൽ സ്കിൻ ഇൻഫെക്ഷൻസ് ലൈക്ക് സ്കാബീസ്, ഇംപെറ്റിഗോ. ഇതൊക്കെ കോണ്ടാക്ട് പ്രിക്കോഷൻസ് വേണ്ടുന്ന രോഗങ്ങളാണ്. പിന്നെ ഓൾ വൂണ്ട് ഇൻഫെക്ഷൻസ് അല്ലെ. നെക്സ്റ്റ് നോക്കിയാൽ എൻട്രിക് ഇൻഫെക്ഷൻസ് കേട്ടോ, ക്ലോസ്ട്രീഡിയം ഡിഫിസിൽ വഴിയൊക്കെ വരുന്ന എൻട്രിക് ഇൻഫെക്ഷൻസ്. അഗൈൻ
നോക്കിയാൽ ഐ ഇൻഫെക്ഷൻസ് കേട്ടോ, ലൈക്ക് കൺജങ്ക്റ്റിവൈറ്റിസ്, ഇവിടെയൊക്കെ നമുക്ക് എന്താണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ് ആവശ്യമായിട്ട് വരുന്ന ഡിസീസ് കണ്ടീഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളൂ മിസ്സസ് വി. ക്ലിയർ? നോക്കിയാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. എ 34-year-old man comes to the clinic for the results of a glycosylated hemoglobin assay കേട്ടോ. അതായത് ഒരു 34 years ആയിട്ടുള്ള ഒരു ഓൾഡ് മാൻ, 34 years ആയിട്ടുള്ള ഒരു മാൻ ക്ലിനിക്കിൽ വരികയാണ്. പുള്ളി എന്ത് റിസൾട്ടുമായിട്ടാണ് വരിക? HbA1c അല്ലെ, HbA1c എന്ന് പറയുന്ന ടെസ്റ്റിന് വേണ്ടിയാണ് വരിക കേട്ടോ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇഫ് മെയ്ഡ് ബൈ ദ ക്ലയന്റ് ടു ദ നഴ്സ് ഇൻഡിക്കേറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദിസ് പ്രൊസീജിയർ കേട്ടോ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് കേട്ട് കഴിഞ്ഞാലാണ് ഇവിടെ നമ്മൾ നേഴ്സ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് പേഷ്യന്റിന് ഈ പറയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിനെ കുറിച്ച് കാര്യമായിട്ടുള്ള വിവരം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ, ദ ടെസ്റ്റ് ഈസ് പെർഫോം ബൈ സ്റ്റിക്കിംഗ് മൈ ഫിംഗർ ആൻഡ് മെഷറിംഗ് ദ റിസൾട്ട്സ്. Option B, this test need to be performed in the morning before I eat breakfast. Option C, this test indicates how well my blood sugar has been controlled the past 6 to 8 weeks. Option D, I must follow my diet carefully for several days before the test. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എനിക്ക് HbA1c അല്ലേ, നമുക്കറിയാം ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് ഗ്ലൈക്കോസിലേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്ലൂക്കോസ് അല്ലെ, നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അല്ലെ, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ഹീമോഗ്ലോബിനുമായിട്ട് ജോയിൻ ചെയ്യുന്നു, ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ, ഹീമോഗ്ലോബിനുമായിട്ടുള്ള അഫിനിറ്റി, ആകർഷണം, താല്പര്യം കൂടുതലാണ്. അതുകൊണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഹീമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ് കേട്ടോ. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളത് അറ്റാച്ച് ചെയ്തിരിക്കും? ടിൽ ദ ലൈഫ് സ്പാൻ ഓഫ് RBC അല്ലെ, നമുക്കറിയാം RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 90 to 120 ഡേയ്സ് വരെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദേർ, അത് ഈ 90 to 120 ഡേയ്സ് അങ്ങനെ തന്നെ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ ഒരു ലോങ് ടേം ബ്ലഡ് ഷുഗറിന്റെ കൺട്രോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ നമ്മൾ ടെസ്റ്റ് നമ്മൾ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓക്കെ, യെസ്, ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി എന്താണ്? ദിസ് ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ വെൽ മൈ ബ്ലഡ് ഷുഗർ ഹാസ് ബീൻ കൺട്രോൾ ദ പാസ്റ്റ് 6 to 8 വീക്സ് കേട്ടോ. കഴിഞ്ഞ 1.5 മുതൽ 2 മാസമായി, കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അത് നമുക്കൊരു 3 months വരെയൊക്കെ പറയാം കേട്ടോ, 3 to 4 months വരെ പറയാം. പക്ഷേ എങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ട് വരിക ഒരു 6 to 8 വീക്സിൽ ബ്ലഡ് ഷുഗർ ലെവൽ എത്രത്തോളം കൺട്രോൾ ആയി എന്ന് മനസ്സിലാക്കാനാണ് ഈ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് എന്താ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം അല്ലെ. നോക്കിയേ, എ 69-year-old woman has been receiving total parental nutrition for several weeks. If the TPN was abruptly discontinued, the nurse would expect the patient to exhibit കേട്ടോ. നോക്കിക്കേ, എന്താ ഇവിടെ ക്വസ്റ്റ്യൻ പറയുക? പേഷ്യന്റ് ഒരു 69-year-old woman ആണ്. പുള്ളിക്കാരി കുറെ നാളുകളായിട്ട് TPN അല്ലെ, നോക്കിയേ, TPN ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ കുറെ നാളുകളായിട്ട് പുള്ളിക്കാരി റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഫോർ സെവറൽ വീക്സ്. ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? TPN പേഷ്യന്റ് പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു അല്ലെ. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പേഷ്യന്റ് സിംറ്റം ആണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക? ഓപ്ഷൻ എ, ടിനിറ്റസ്, വെർട്ടിഗോ, ബ്ലഡ് വിഷൻ. ഓപ്ഷൻ ബി, ഫീവർ, മലേസ്, അനോറക്സിയ. സി, ഡയാഫോറിസിസ്, കൺഫ്യൂഷൻ, ടക്കിക്കാർഡിയ. ഡി, ഹൈപ്പോപ്നിയ, ഫ്ലഷ്ഡ് ഫേസ് ആൻഡ് ഡയറിയ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിയേ, TPN കിട്ടുന്ന പേഷ്യന്റ് പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് നമ്മൾ TPN സ്റ്റോപ്പ് ചെയ്തു, എന്താ സംഭവിക്കുക? TPNൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ, ഷുഗർ നന്നായിട്ടുള്ള ഒരു എന്താ ഫ്ലൂയിഡ് ആണ് ഈ പറയുന്നത് TPN എന്ന് പറയുക. അപ്പോൾ ഈ ഹൈ ഗ്ലൂക്കോസ് ഉള്ള ഒരു ഫ്ലൂയിഡ് നമ്മൾ പേഷ്യന്റ് കൊടുക്കുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ഇൻസുലിൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലൈസ് ചെയ്യാനായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നോക്കിയേ, പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ TPN സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ ഇൻസുലിൻ അതേപടി പൊങ്ങി തന്നെ നിൽക്കും. ഇൻസുലിൻ കൂടി നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ പേഷ്യന്റിന് എന്താ ബ്ലഡ് ഷുഗർ ലെവല് കുറയും അല്ലെ, പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ലെവൽ കുറയും. അപ്പൊ ഈ പെട്ടെന്ന് ഒരു ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞാല് നമ്മൾ ഹൈപ്പോഗ്ലൈസീമി എന്നൊക്കെ പറയാറുണ്ടല്ലേ, അതിന്റെ സിംറ്റംസ് ആയിട്ട് ഈ തന്നിരിക്കുന്നതിൽ എന്താ വരിക? എന്തായിരിക്കാം? അതാണ് കറക്റ്റ് ആൻസർ അല്ലേ. എന്താ? യെസ്, ഓപ്ഷൻ സി കേട്ടോ. ഓപ്ഷൻ സി, അതായത് ഡയാഫോറിസിസ്, കൺഫ്യൂഷൻ, ടക്കിക്കാർഡിയ കേട്ടോ. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എന്താ റീസൺ മനസ്സിലായല്ലോ? നമ്മൾ TPN പേഷ്യന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യന്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും. സോ അതിന് എന്താ ബാലൻസ് ചെയ്യാനായിട്ട് ഇൻസുലിൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന TPN വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് എന്ത് സംഭവിക്കും? പേഷ്യന്റ് ബ്ലഡ് ഷുഗർ ലെവല് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇൻസുലിൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലയന്റ് റിസീവ്സ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ സോഡിയം ഫ്ലൂറൈഡ്. എന്താണ് സോഡിയം ഫ്ലൂറൈഡ് for otosclerosis and ask the nurse what the medication will do for his ears. Which response by the nurse is correct? കേട്ടോ നോക്കിയേ, ഇവിടെ ഒരു പേഷ്യന്റ് ഓട്ടോസ്ക്ലെറോസിസ് അല്ലെ, നമുക്കറിയാം ഓട്ടോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ ഹാർഡനിങ് ആണ് അല്ലെ, നമ്മുടെ ഇയറിലുള്ള ഹാർഡനിങ്ങിനെയാണ് നമ്മുടെ ഓട്ടോസ്ക്ലെറോസിസ് എന്ന് പറയുക. സോ ഓട്ടോസ്ക്ലെറോസിസ് ഉള്ള പേഷ്യന്റ് എന്ത് പ്രിസ്ക്രിപ്ഷൻ വരിക നോക്കിയാൽ സോഡിയം ഫ്ലൂറൈഡിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെ. അപ്പൊ ഈ സോഡിയം ഫ്ലൂറൈഡിന്റെ ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ് ഓപ്ഷൻ നോക്കിയേ, മെഡിക്കേഷൻ പ്രിവെന്റ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ബോൺ സെൽസ് ആൻഡ് ഹാർഡൻസ് ദ ബോൺ ഇൻ ദ ഇയർ. ബി, മെഡിക്കേഷൻ കോസസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ബോൺ സെൽസ് ആൻഡ് സോഫ്റ്റൻ ദ ബോൺ ഇൻ ദ ഇയർ. ഓപ്ഷൻ സി എന്താ, the medication block the effect of histamine and dries the fluid in the air. Option D, medication causes production of histamine and increases the fluid in the air. എന്താ ചെയ്യുക, സോഡിയം ഫ്ലൂറൈഡ് ഓട്ടോസ്ക്ലെറോസിസ് ഉള്ള പേഷ്യന്റിന് that medication will prevent കേട്ടോ, medication will prevent the breakdown of bone cells and it will harden the bone of the ear കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ഓപ്ഷൻ എ അല്ലെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓട്ടോസ്ക്ലെറോസിസ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ ENT അല്ലെ. ENT നിന്നുള്ള സാധാരണ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Nurse is assessing an elderly client in buccal traction to temporarily immobilize a fracture of the പ്രോക്സിമൽ ഫീമർ പ്രയോ ടു സർജറി കേട്ടോ. പേഷ്യന്റിന് നോക്കിയേ പ്രോക്സിമൽ ഫീമർ ഫ്രാക്ചർ ആണ്, അവിടെ ഒരു ബക്സ് ട്രാക്ഷൻ അല്ലെ, അവിടെ ഒരു ബക്സ് ട്രാക്ഷൻ നമ്മളെ പേഷ്യന്റിന് എന്താ അപ്ലൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വിച്ച് ഫൈൻഡിങ് റിക്വയർസ് ദ നഴ്സ് ടു ഇന്റർവീൻ ഇമ്മീഡിയറ്റ്ലി. ഇവിടെ എന്ത് ഫൈൻഡിങ് വരുമ്പോഴത്തേക്കാണ് നഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റർവീൻ ചെയ്യുക നോക്കിയാൽ. ഓപ്ഷൻ എ, redundant area on sacrum. B, voiding concentrated urine 50 ml per hour. C, capillary refill 3 seconds, dorsiflexion and sensation intact, pedal pulses are palpable. D, lower leg secure in traction boot and ropes and pulleys and 5 pound weight hanging freely. നോക്കിയാൽ ഇതൊക്കെ എല്ലാം നോർമൽ ആണ്, പക്ഷെ ഒരെണ്ണം നോർമൽ അല്ല. നോക്കിയാൽ ബക്സ് ട്രാക്ഷൻ ഉള്ള പേഷ്യന്റ് എന്താണ് നോക്കിയാൽ, ഈ ട്രാക്ഷൻ ഒക്കെ ഉള്ള പേഷ്യന്റ് നമുക്കറിയാം യൂഷ്വലി നമ്മൾ ഇമ്മൊബിലൈസ്, അതായത് ഫ്രാക്ചർ ഇമ്മൊബിലൈസ് ചെയ്യാനാണ് നമ്മൾ ട്രാക്ഷൻ കൊടുക്കുക അല്ലെ. അപ്പൊ ആ പേഷ്യൻസിന് എന്ത് വരാനാണ് റിസ്ക് ഏറ്റവും കൂടി വരിക? യെസ്, അവർക്ക് പ്രഷർ അൾസർ വരാനുള്ള റിസ്ക് ആണ് കൂടി വരിക അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാ ഈ ഓപ്ഷൻ നോക്കിയാൽ എന്താ, redundant ഏരിയ അല്ലെ, redundant ഏരിയ ഉണ്ട് സേക്രം. സേക്രത്തില് redundant ഏരിയ വന്നു കഴിഞ്ഞാൽ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുക? ദാറ്റ് ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് grade 1 പ്രഷർ അൾസർ അല്ലെ. അത് എന്താ grade 1 പ്രഷർ അൾസർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഫൈൻഡിങ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ദാറ്റ് വിൽ പ്രോഗ്രസ് ടു grade 2 അല്ലെ, grade 2 grade 3 പ്രഷർ അൾസർ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ നോക്കി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടോ, വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ പറഞ്ഞ നമ്മുടെ GCSE എക്സാംസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് പാസ്സാകാനായിട്ട് കഴിയും. നമുക്കറിയാം അല്ലെ, നമ്മൾ ഒരുപാട് കാശൊക്കെ ചെലവാക്കി എഴുതുന്ന ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഒക്കെ ഒരുപാട് ഈ പറഞ്ഞ നമ്മുടെ ബുദ്ധിമുട്ട് കുറച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ്. എസ്പെഷ്യലി ഫിനാൻഷ്യൽ ബേർഡൻ കുറച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതി ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയട്ടെ. കൂടാതെ തന്നെ എഡ്യൂസ് അക്കാഡമിയിലെ ഈ GCSE എല്ലാ എക്സാംസിന്റെയും പ്രോമെട്രിക് എക്സാംസ് ആയിക്കോട്ടെ, പിയേഴ്സൺ എക്സാം ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് റെഗുലർ ക്ലാസ്സുകളുണ്ട്, അതുകൂടാതെ തന്നെ ക്രാഷ് കോഴ്സുകളുണ്ട്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എക്സാം പാസ്സായി വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.